അതെ, ഓസ്ട്രേലിയയിൽ ഇപ്പോൾ വിൻ്റർ സീസണാണ്. അപ്പോൾ നമ്മൾ വിൻ്ററിൽ നടണം കുറച്ച് പച്ചക്കറികളുണ്ട്. ക്യാരറ്റ്, ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ്, കോളിഫ്ലവർ അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ നമുക്കിവിടെ ബണ്ണിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തൈകൾ കിട്ടും. അപ്പം ഞാൻ എല്ലാം റെഡിയാക്കി മണ്ണൊക്കെ പ്രിപ്പയർ ചെയ്ത് നടാനുള്ള പരിപാടിയിലാണ്. കാണിച്ചു തരാവേ. കണ്ട, ഇങ്ങനെ ടബ്ബുകളിലാക്കിയിട്ടാണ് ഞാൻ നടാറ്. കാരണം ഈ ക്യാരറ്റിനും ബീട്രൂട്ടിനും ഒക്കെ വളരാനായിട്ട് നല്ല ഇളക്കമുള്ള മണ്ണുകൾ വേണം. ഇവിടുത്തെ മണ്ണ് കുറച്ച് ഹാർഡായ കാരണം താഴെ നടാനായിട്ട് പറ്റില്ല. കണ്ടോ, ഈ കണ്ടെയ്നറിൽ നിന്ന് നമുക്ക് ഈ തൈകളെ ഇതുപോലെ അടർത്തിയെടുക്കാൻ പറ്റുമേ. എന്നിട്ട് നേരെ മണ്ണിലോട്ട് നട്ടാൽ മതി. സാധാരണ നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഞാൻ നടാറ് ചട്ടിയിലാണ്. കാരണം ഓസ്ട്രേലിയയിലെ മണ്ണ് ഭയങ്കര ഹാർഡ് സോയിലാണ്. അതുകൊണ്ട് ചട്ടിയിലാണ് നടാറ്. അല്ലെങ്കിൽ ഇതുപോലെ ടബ്ബുകളിൽ മണ്ണ് നിറച്ചിട്ടാണ് നടാറ്. ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് നേരത്തെ തന്നെ നമ്മൾ നടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉണ്ടാവണത് തണുപ്പ് സമയത്താണ്. അപ്പോൾ വിൻ്ററിൽ തന്നെ പരമാവധി ഇത് വളർന്ന് വലുതാവാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ നടും. ഉരുളക്കിഴങ്ങ് ഞങ്ങൾ കുറച്ചധികം നട്ടിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഒത്തിരി ഉപയോഗിക്കുന്നതാണ്. കുറേയൊക്കെ മുളച്ച് വരുന്നേ ഉള്ളൂ. കുറച്ചൊക്കെ മുളച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ മുളച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വെജിറ്റബിൾസ് എല്ലാവരും നട്ട് കഴിഞ്ഞു. ഇനി അത് പറിക്കണ സമയത്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ.